ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചിപ്സ് ഗിവ് അവേയുടെ രണ്ടാമത്തെ വിന്നറിനെ നമ്മൾ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം പ്രഖ്യാപിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് വരാം. ആദ്യം ഞാനൊരു ന്യൂസ് കാണിക്കാം. ആ ന്യൂസ് കാണുമ്പോൾ തന്നെ ഏതാണ്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ആരെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു ന്യൂസ് ഒന്ന് കാണും. പത്തനംതിട്ട അനാഥാലയത്തിൽ അന്തേവാസിയായിരുന്ന യുവതി പ്രസവിച്ചു. പ്രായപൂർത്തിയാകും മുൻപേ പെൺകുട്ടി ഗർഭം ധരിച്ചുവെന്ന പരാതി ഉയർന്നതോടെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിഷയം പരിശോധിച്ച ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത്. അനാഥാലയ നടത്തിപ്പുകാരിൽ ഒരാൾ വിവാഹം ചെയ്ത യുവതി കുഞ്ഞിന് ജന്മം നൽകിയതോടെയാണ് പരാതി ഉയർന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 23-നായിരുന്നു വിവാഹം. 7 മാസങ്ങൾക്ക് ശേഷം ഇക്കഴിഞ്ഞ ജൂൺ 2-ന് യുവതി കുഞ്ഞിന് ജന്മം നൽകി. പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞിനാണ് യുവതി ജന്മം നൽകിയതെന്നാണ് CWCയുടെ റിപ്പോർട്ടിലുള്ളത്. 2024 ഒക്ടോബർ 9-നാണ് പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായത്. 2 ആഴ്ച കൂടി പിന്നിട്ടപ്പോഴായിരുന്നു വിവാഹം. ഈ കാലയളവ് കണക്കാക്കുമ്പോൾ 18 വയസ്സ് പൂർത്തിയാകും മുൻപ് പെൺകുട്ടി ഗർഭവതിയായി എന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ അനാഥാലയത്തിൽ കഴിഞ്ഞു വന്ന പെൺകുട്ടി ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടു എന്ന ഗുരുതര സാഹചര്യം കൂടി ഇവിടെ വെളിപ്പെടുകയാണ്. ഇപ്പോഴും നിരവധി പെൺകുട്ടികൾ താമസിക്കുന്ന കേന്ദ്രം നൽകുന്ന സുരക്ഷ കൂടി ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. CWC റിപ്പോർട്ട് കണക്കിലെടുത്ത് പോലീസ് യുവതിയെ പരിശോധിച്ച സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തി. ഇതുകൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് പോക്സോ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തത്. ആരെയും പ്രതി ചേർത്തിട്ടില്ല. അതേസമയം പ്രായപൂർത്തിയായ ശേഷമുണ്ടായ ബന്ധത്തിലാണ് തങ്ങൾക്ക് കുട്ടി ജനിച്ചതെന്നാണ് യുവതിയുടെ മൊഴി. 7-ാം മാസത്തിലാണ് കുഞ്ഞ് ജനിച്ചതെന്നും വിശദീകരിക്കുന്നു. ന്യൂസ് കണ്ടപ്പോൾ ആരെ പറ്റിയാണ് ഈ ഒരു ന്യൂസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കഴിഞ്ഞ കൊല്ലം വളരെ സെൻസേഷണൽ ആയിട്ടുള്ള ഒരു കല്യാണം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഒരു അനാഥാലയത്തിലുള്ള ആരുമില്ലാത്ത ഒരു പെൺകുട്ടിക്ക് വേറൊരു പയ്യൻ. ആ പയ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അനാഥാലയം നടത്തുന്ന ആ ഒരു സ്ത്രീയുടെ മകനാണ്. ആ പയ്യൻ നമുക്ക് ജീവിതം കൊടുക്കുന്നു. ഈ ചെക്കനെയും പെണ്ണിനെ കാണാൻ നല്ല ഭംഗിയൊക്കെയാണ്. ഈ ഒരു വാർത്ത ഭയങ്കര സെൻസേഷൻ ആയിരുന്നു. എല്ലാവരും കൈയടിച്ച് ഭയങ്കരമായി പ്രോത്സാഹിപ്പിച്ചു. അവർ കല്യാണം കഴിച്ചു, സന്തോഷമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ ഈ അനാഥാലയം നടത്തുന്ന സ്ത്രീ എന്ന് വെച്ചാൽ ഈ പയ്യന്റെ അമ്മ, അവരന്ന് വന്ന് പറഞ്ഞ മറുപടി ഇവളെനിക്ക് മോളെ പോലാണ്, അതുകൊണ്ട് ഞാൻ സ്വീകരിക്കുന്നു എന്നുള്ള രീതിയിലാണ്. പിന്നീടാണ് അറിഞ്ഞത് ഇവർ തമ്മിൽ പ്രണയത്തിലൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് കല്യാണം കഴിപ്പിച്ച് വിട്ടതെന്ന്. എന്നാൽ കുറച്ച് ദിവസങ്ങളായിട്ട് കേട്ടോണ്ട് വരുന്ന ഒരു വാർത്തയുണ്ട്. ഈ അനാഥാലയവുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ഇഷ്യൂസ് വരുന്നുണ്ട്. അത് ഒരു പല്ലവി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ് അതിന്റെ ഒരു ഇഷ്യൂസ് വന്നത്. ഈ അനാഥാലയത്തിൽ പല അലമ്പ് പരിപാടികൾ നടക്കുന്നുണ്ട്. അവർ പ്രോപ്പറായിട്ടല്ല അവിടെയുള്ള കുട്ടികളെയും അന്തേവാസികളെയൊക്കെ ടേക്ക് കെയർ ചെയ്യുന്നത്. പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇവർ ഈ അനാഥാലയം കൊണ്ടു നടക്കുന്നത് എന്നുള്ള തരത്തിലുള്ള വാദവുമായിട്ടാണ് അവിടെ 3 ദിവസം വർക്ക് ചെയ്ത ഒരു സ്ത്രീ രംഗത്ത് വന്ന് സംസാരിച്ചത്. അവർ ഇതിനെ തുടർന്ന് ഒരു പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുകയും ഈ അനാഥാലയം നടത്തുന്ന ഈ സ്ത്രീ ഇവർക്കെതിരെ ഒരു കൗണ്ടർ കേസും ഫയൽ ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഈ ഒരു അനാഥാലയത്തിൽ നടന്ന കല്യാണത്തെ പറ്റി പറയാം. ഇവർ ഈ കല്യാണം കഴിഞ്ഞു, അപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ഒരു സോഷ്യൽ മീഡിയ സപ്പോർട്ട് ഈ 2 പേർക്കും കിട്ടി. അങ്ങനെ ഇവരൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. പെൺകുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല, കാര്യം ഇപ്പോൾ പോക്സോ കേസാണ് വന്നിരിക്കുന്നത്. പയ്യന്റെ പേര് വിഷ്ണു. അപ്പോൾ പെൺകുട്ടിയുടെ പേര് ഓൾറെഡി എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവർ യൂട്യൂബ് ചാനൽ തുടങ്ങി. യൂട്യൂബ് ചാനലിൽ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് കയറി. ഇവർ ഡെയിലി വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. അങ്ങനെ ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആയി. 7-ാം മാസത്തിൽ നടക്കുന്ന വളക്കാപ്പ് 5-ാം മാസമാണ് എന്ന് പറഞ്ഞ് ഇവർ നടത്തിയിടം തൊട്ടാണ് ആളുകൾക്ക് ഇങ്ങനെ ഒരു സംശയം വരുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ കല്യാണം നടക്കുന്ന സമയത്ത് പെൺകുട്ടിക്ക് ഏതാണ്ടെന്നല്ല കൃത്യമായി പറഞ്ഞാൽ 18 വർഷവും 12 ദിവസവുമാണ് പ്രായം. അങ്ങനെ ഈ ജൂൺ 2-ാം തീയതി ഈ പെൺകുട്ടി പ്രസവിച്ചു. അപ്പോൾ ആളുകൾക്ക് പിന്നെയും സംശയമായി. കൃത്യമായി പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് 7 മാസവും 10 ദിവസവും ആയപ്പോൾ പെൺകുട്ടി പ്രസവിച്ചു. ആളുകൾ ചോദ്യമായിട്ട് വന്നു, ഇതെന്താണ് ഇങ്ങനെ ഒരു പ്രസവം? സാധാരണ 40 ആഴ്ചകളാണ് പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ 7-ാം മാസത്തിൽ പ്രസവിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു എക്സ്ട്രീം എമർജൻസി കേസസിലൊക്കെ ആയിരിക്കും അങ്ങനെ പ്രസവിക്കുന്നത്. കുട്ടിക്ക് അധികം കെയർ കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. NICUലൊക്കെ 1-2 ആഴ്ചയൊക്കെ ആ കുട്ടിയെ അതിനകത്ത് ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യും. ഇവർ ഏതാണ്ട് ഈ പ്രസവം കഴിഞ്ഞ് ഒരു 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഡിസ്ചാർജ് ആയി പോവുകയും ചെയ്തു. അപ്പോൾ ചോദ്യം വരുമല്ലോ, ഉറപ്പായിട്ടും ചോദ്യം വരും. കാര്യം ഇവർ സോഷ്യൽ മീഡിയയിൽ വ്ളോഗ് ചെയ്യുന്നവരാണ്, ഫാമിലി വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഇത് കാണുന്ന പ്രേക്ഷകർക്കും സംശയം തോന്നും, ചോദ്യങ്ങൾ ഉയരും. അതേ തുടർന്ന് ഇവരൊരു ഇന്റർവ്യൂ CVTV എന്ന് പറയുന്ന ഒരു ചാനലിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം അവർ ചോദിച്ച സമയത്ത് അവർ ഇങ്ങനൊന്നും നടന്നിട്ടില്ല എന്നുള്ള തരത്തിലാണ് സംസാരിച്ചു വിട്ടത്. അൾട്ടിമേറ്റ്ലി ഈ ഒരു ഫാമിലി ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. ഈ ആളുകളുടെ ഈ ഒരു ചോദ്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആ ഒരു ഫാമിലിയിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പയ്യന്റെ അമ്മയും ഇപ്പം കല്യാണം കഴിച്ചിട്ടുണ്ട്, ആ പെൺകുട്ടിയും കല്യാണം കഴിച്ചു, കുഞ്ഞുമായിട്ട് ജീവിക്കുന്നു. ഇതിപ്പോ കുറച്ച് ദിവസമായി ഈ ഒരു സബ്ജക്ട് ചർച്ചയാവാൻ തുടങ്ങിയിട്ട്. ഞാൻ അന്നേരം വീഡിയോ ചെയ്യാനും വേണ്ടിയിട്ടൊന്നുമല്ല, വെറുതെ ഒന്ന് സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നു. പെൺകുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്തും ഇവർ ഈ മാരേജ് നടന്ന ദിവസവും ഈ പ്രഗ്നന്റ് ആയ ദിവസവും എല്ലാം കൂടെ ഒക്കെ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് നോക്കിയപ്പോൾ തന്നെ ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായി. ഈ പെൺകുട്ടി കല്യാണം നടക്കുന്നതിന് മുമ്പാണ് പ്രഗ്നന്റ് ആയത്. എന്ന് വെച്ചാൽ കല്യാണം നടക്കുന്ന സമയത്ത് പെൺകുട്ടിക്ക് 18 വയസ്സും 12 ദിവസവും മാത്രമാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സാവുന്നതിന് മുമ്പ് കുട്ടി പ്രഗ്നന്റ് ആയിട്ടുണ്ട്. എനിക്ക് ആ ഒരു കേസിൽ നിന്ന് മനസ്സിലായത് അത് തന്നെയാണ്.
ഇപ്പോൾ ഈ ഒരു വാർത്തയും വന്നിരിക്കുന്നത് ആ ഒരു സംഭവം വെച്ചുകൊണ്ട് തന്നെയാണ്. പോക്സോ കേസാണ്. ആ കുട്ടിയുടെ സമ്മതപ്രകാരമാണ് ഇതിങ്ങനെ നടന്നതെങ്കിൽ പോലും 18 വയസ്സ് തികയുന്നതിന് മുമ്പ് നടന്നതുകൊണ്ട് അത് പോക്സോ കേസിന്റെ അണ്ടറിൽ വരും. അവർക്ക് കേസിൽ നിന്ന് പറഞ്ഞാൽ പോലും അത് ഈ പയ്യനകത്താവുന്ന പരിപാടിയാണ്. ഈ ചെറുക്കനെ ശിക്ഷിക്കണോ വേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ മീ, എൻ്റെ ഒപ്പീനിയൻ, നിയമത്തിന്റെ രീതിയിൽ പറയുവാണെങ്കിൽ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, അവൻ ശിക്ഷിക്കപ്പെടാൻ അർഹനാണ്. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയാം. അവരിപ്പം മര്യാദയ്ക്ക് ജീവിക്കുകയാണ്, സന്തോഷമായിട്ട് ഒരു ഫാമിലി ആയിട്ട് പോകുന്നു, വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട്. അവർക്ക് പിരിയണമെന്ന് താല്പര്യമില്ല. പിന്നെ ആർക്കാണ് അവരെ പിരിക്കേണ്ടത്? നമ്മുടെ നിയമത്തിനോ? അവർക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അവൻ അവളെ അന്തസ്സായിട്ട് കെട്ടി കൂടെ പൊറിപ്പിക്കുന്നുണ്ട്. മേ ബി പ്രഷറിന്റെ പുറത്ത് കെട്ടിയതാവാം. കാരണം ഇങ്ങനൊരു സംഭവം നടന്നിരിക്കുന്നത് ഒരു വീട്ടിലല്ല. ഈ സംഭവം നടന്നിരിക്കുന്നത് ഒരു ഓർഫനേജിലാണ്. അവിടെ ഒരുപാട് കുട്ടികളും വേറെ ഉണ്ട്. അവരും ഇതുപോലെ ഒരു അതിക്രമത്തിന് ഇരയായിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഈ ഒരു സംഭവം പുറത്ത് വരാതിരിക്കാനാണ് പെട്ടെന്ന് തന്നെ പിടിച്ച് കെട്ടിച്ചത്. എല്ലാം വിസിബിൾ ആണ്. സീരിയസ്ലി അത് നമുക്കൊന്ന് ബുദ്ധിയുള്ളവർ ചിന്തിക്കാൻ മനസ്സിലാവും. പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്നത് അവരിപ്പോ മര്യാദയ്ക്ക് സന്തോഷമായിട്ട് ജീവിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് പിരിയണമെന്ന് താല്പര്യമില്ല. നിയമം അവരെ പിരിക്കുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പില്ല. ഇനി ഇവനെ ശിക്ഷിക്കണം എന്നാണ് അഭിപ്രായമെങ്കിൽ കുറച്ച് കാര്യങ്ങളോടെ നോക്കണം. ഒന്ന്, ഈ പയ്യന്റെ ബാക്ക്ഗ്രൗണ്ട്. ഇവൻ ഇതുപോലെ വേറെ മറ്റു പെൺകുട്ടികളെടുത്തും ഈ സമാനമായ രീതിയിൽ ബിഹേവ് ചെയ്തിട്ടുണ്ടോ എന്ന്. രണ്ട്, ഓർഫനേജിന്റെ ബാക്ക്ഗ്രൗണ്ട്. ഓർഫനേജിൽ ഇതിനു മുമ്പ് ഇതിന് സമാനമായി ഏതെങ്കിലും പെൺകുട്ടി ഫിസിക്കലോ അല്ലാതെയോ അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഈ ഹിസ്റ്ററി കംപ്ലീറ്റ് എടുത്തിട്ട് അതിന്റെ ഒരു ബേസിസിൽ വേണം ഈ പയ്യനെ ശിക്ഷിക്കാൻ. അല്ലാതെ അവന് യാതൊരു തരത്തിലുള്ള ഹിസ്റ്ററിയും ഇല്ല, ഇതൊരു പ്യുവർ പ്രണയത്തിൽ നിന്നുണ്ടായ ഒരു റിലേഷൻഷിപ്പ്, അതിനെ തുടർന്ന് ആ പെൺകുട്ടി പ്രഗ്നന്റ് ആയതാണെങ്കിൽ അവരെ ശിക്ഷിക്കുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യമില്ല. സീരിയസ്ലി. ഇപ്പൊ ന്യൂസിനകത്ത് പറയുന്നത് ആ പയ്യന്റെ പേരിൽ കേസ് എടുത്തിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. മേ ബി ഇത് തള്ളി പോവായിരിക്കാം. ബട്ട് കുറെ ആളുകൾ ഇത് ആഘോഷമാക്കുന്ന കണ്ടു. എനിക്ക് അതിനോട് തീരെ താല്പര്യമില്ല. അന്വേഷിക്കണം, ആ ഓർഫനേജിന്റെ ബേസിൽ അന്വേഷിക്കണം. കാര്യം അവിടെ വേറെ കുട്ടികളുള്ളതാണ്. അവിടെ എന്തെങ്കിലും കൊള്ളരുതായ്മകൾ നടക്കുന്നുണ്ടോ, അവരേതെങ്കിലും തരത്തിൽ അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് തക്കതായ നടപടികൾ എടുക്കണം. അല്ലാതെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഫാമിലിയെ പിരിക്കുന്നതിനോട് എനിക്ക് യാതൊരു തരത്തിലുള്ള യോജിപ്പുമില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതലൊന്നും ഈ സാധനത്തിനകത്ത് കടന്ന് ചെയ്യാൻ താല്പര്യമില്ല. ചെയ്യാനാണെങ്കിൽ ഒരുപാടുണ്ട്. അത് ഞാൻ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അതൊന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ അതിനകത്ത് ചെയ്യാൻ നിൽക്കുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് എനിക്ക് പറയാൻ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു പരിപാടിയിലോട്ട് പോകാം. നമ്മുടെ രണ്ടാമത്തെ വിന്നറിനെ തിരഞ്ഞെടുക്കാം. അത് ലൈവായിട്ട് തന്നെ നമ്മൾ സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് തന്നെ തിരഞ്ഞെടുക്കാം. ഓക്കെ, സോ ഇതായിരുന്നു ഗൈസ് നമ്മുടെ ആ ഒരു വീഡിയോ. ഏതാണ്ട് 883 കമന്റ് ആണ് വന്നിട്ടുള്ളത്. നമ്മൾ 666 കമന്റിന് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മൈഥിലി എന്ന് പറയുന്ന പെൺകുട്ടിയായിരുന്നു വിന്നറായിട്ട് വന്നത്. പുള്ളിക്കാരത്തെ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്തു. ഞാൻ ഓൾറെഡി അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് മന്ത് 1-ാം തീയതി പുള്ളിക്കാരത്തിന്റെ വീട്ടിലെത്തും. അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇനി ഇതിനകത്ത് 883 കമന്റ് ആണ്. ഈ കമന്റിനകത്ത് നിന്ന് ഒരാളെയും കൂടെ നമ്മൾ സെലക്ട് ചെയ്യും. വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. നമ്മൾ ഷെയർ ഞെക്കി ലിങ്ക് കോപ്പി ചെയ്യുക. ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഗൂഗിളിൽ പോയിട്ട്, ഞാൻ നേരത്തെ ഓൾറെഡി ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, യൂട്യൂബ് റാൻഡം കമന്റ് പിക്കർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അതങ്ങോട്ട് ഓപ്പൺ ചെയ്യുക. വാമനെ ഓപ്പൺ ആവുക. എന്നിട്ട് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ലിങ്ക് ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തിട്ട് ഓക്കെ, റിപ്ലൈസ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ഡ്യൂപ്ലിക്കേറ്റ് കുറേ കാര്യം ഒരുപാട് പേര് ചറവറാന്ന് അയച്ചിട്ടുണ്ട്. എന്നിട്ട് അവർക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലായിരിക്കും. റിപ്ലൈസ് അവോയ്ഡ് ചെയ്തിട്ട് ബാക്കി ഡ്യൂപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കമന്റ് വരെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. അപ്പോൾ ഒരു ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാണുന്നുണ്ടോ? 400 ചില്ലുവാനും കമന്റ് ആയി. നമ്മൾ 883 കമന്റ് ആയിരുന്നു. മൈഥിലിക്ക് ഇനി ഒന്നും തരത്തില്ല കേട്ടോ. ഇവിടെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉണ്ട് 883 കമന്റ് ലോഡ് ആയിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ? കംപ്ലീറ്റ് ലോഡ് എന്ന് പറഞ്ഞ് കാണിക്കാൻ. പിക്ക് എ വിന്നർ. നമ്മൾ ഒരു വിന്നറിനെ തിരഞ്ഞെടുക്കാൻ പോവാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കമന്റ് കാണിക്കും, അയാളായിരിക്കും വിന്നർ. ഓക്കെ, ശ്രീജ റീ ജോഷ്, ഇദ്ദേഹമാണ് ഗൈസ് നമ്മുടെ കമന്റിന്റെ വിന്നർ. സ്ക്രീൻഷോട്ട് എടുത്ത് ഈ കമന്റ് ഞാൻ ഇനി അതിനകത്ത് പോയി കണ്ടുപിടിക്കണമല്ലോ. 880 കമന്റിനകത്ത് എവിടാണ് ദൈവമേ ശ്രീജയുടെ കമന്റ് കിടക്കുന്നത്? എന്റെ പൊന്നെ ശ്രീജ, നീ എവിടാണ് ശ്രീജ? സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. ഞാൻ എന്താണെങ്കിലും ഇത് തപ്പിപ്പിടിച്ച് ഇതിനകത്ത് പിൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പൊ ശ്രീജ ഈ കമന്റ് ഇട്ട വ്യക്തി എന്നെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യുക. ലൈഫ് ഓഫ് അനന്തു എന്നാണ് നമ്മുടെ ചാനലിന്റെ അതേ പേര് തന്നെയാണ്. ഇൻസ്റ്റാഗ്രാം ഐഡിയുടെയും പേര് അടിച്ചു കൊടുത്താൽ മതി, കിട്ടും. അപ്പോൾ ഒരു മെസ്സേജ് അയച്ചിട്ട് ഈ പ്രൊഫൈലിന്റെ സ്ക്രീൻഷോട്ട് എന്തെങ്കിലും ഒന്ന് അയച്ചു തന്നിട്ട് നിങ്ങളുടെ അഡ്രസ്സും കൂടെ അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് അങ്ങോട്ട് വിടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വിന്നറിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു കമന്റ് കണ്ടു, ചേട്ടാ ഒരു Q&A നടത്താൻ. അപ്പോൾ Q&A വേണോ വേണ്ടയോ എന്നുള്ളത് അതും കൂടി നിങ്ങൾ ഈ വീഡിയോ അടിയിൽ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. Q&A നമ്മൾ നടത്തുവാണെങ്കിൽ നമ്മുടെ വ്ളോഗിംഗ് ചാനലിലായിരിക്കും അത് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടേക്കാം. അതിൻ്റെ അടിയിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ
കൊടുത്തു കഴിഞ്ഞ ചോദ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് നിന്ന് ഏറ്റവും നല്ല ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്തിട്ട് നമ്മൾ Q&A നടത്തുന്നതായിരിക്കും. അപ്പോൾ വിജയിച്ച ശ്രീജ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് മീ. ഒരു 48 മണിക്കൂർ തരാം, അതിനുള്ളിൽ കോൺടാക്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ അടുത്ത ആളെ പിക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ശരി, ടാറ്റ.